മനുഷ്യർ പല വിധത്തിലാണ്. ചിലർക്ക് നല്ല മനസാന്നിധ്യമായിരിക്കും. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസാന്നിധ്യം ചിലർക്ക് ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സംഭവം അതിന് തെളിവാണ്. കാസർഗോഡാണ് ഈ സംഭവം നടന്നത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന അപകടത്തിൽ മൂളിയാർ ബാവിക്കരമൂല സ്വദേശി DV ബാബുരാജ് അത്ഭുതകരമായി മനസാന്നിധ്യം കാട്ടി രക്ഷപ്പെട്ട കഥയാണിത്. ഇദ്ദേഹത്തിന് 62 വയസ്സുണ്ട്. ലോറിയുടെ ഇടത്തെ ടയറിനിടയിൽ സ്കൂട്ടറുമായി കുടുങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിൻ്റെ പകുതി മാത്രം പുറത്ത് കാണാമായിരുന്നു. ജീവൻ അപകടത്തിലായിരുന്നിട്ട് പോലും പോക്കറ്റിൽ നിന്നെടുത്ത മൊബൈൽ ഫോണിലൂടെ പ്രിയപ്പെട്ടവരെ വിളിച്ചാണ് അദ്ദേഹം തൻ്റെ ധൈര്യം പ്രകടിപ്പിച്ചത്. അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ധൈര്യമാണിത്. സംഭവം ചൊവ്വാഴ്ച രാവിലെയാണ്. അഗ്നിവീർ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ചിത്രമെടുക്കാൻ വിദ്യാനഗറിലേക്ക് പോകുന്നതിനിടെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ലോറിയുടെ ഇടയിൽ സ്കൂട്ടർ കുടുങ്ങുകയായിരുന്നു. ലോറി ഉയർത്തുവാൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും ലോഡുള്ള വാഹനമായതിനാൽ ഈ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഹൈഡ്രോളിക് കട്ടറും ന്യൂമാറ്റിക് ബാഗും ഉപയോഗിച്ച് ലോറി ഉയർത്തി രക്ഷാപ്രവർത്തനം നടത്തി. റെസ്ക്യൂ ഓഫീസർ H. ഉമേശന്റെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലിലൂടെ ബാബുരാജിനെ പുറത്തെടുക്കുകയും ചെയ്തു. ഒരു കാൽ പൂർണ്ണമായും ചതഞ്ഞ് അറ്റുപോവുകയും ചെയ്തിരുന്നു. മറ്റേ കാലിലും കൈയിലും ഗുരുതരമായ മുറിവുകളുമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ശുചീകരണ തൊഴിലാളിയായ ബാബുരാജ് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇടിച്ച ലോറി സ്കൂട്ടറുമായി 50 മീറ്ററോളം മുന്നോട്ടും പോയിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് നടത്തിയ പരിശോധനയിൽ കാലിന്റെ അറ്റുപോയ ഭാഗം വാസ്കുലർ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കാനാകില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്തം റോഡിലേക്ക് ഒഴുകിയ ഭീകരാവസ്ഥയിലായിരുന്നിട്ട് പോലും ജീവൻ രക്ഷിക്കുവാനുള്ള മനസാന്നിധ്യം ബാബുരാജ് കാട്ടിയ ധൈര്യത്തിന്റെ തെളിവാണ്. അപൂർവം മാത്രം ചിലർക്ക് കിട്ടുന്ന ഒരു മനസാന്നിധ്യമാണിത്. ചിലർക്കാകട്ടെ ആ നിമിഷം ബോധം പോവുകയും ചെയ്യും. എന്നാൽ അദ്ദേഹമാകട്ടെ സ്വന്തം കാല് ചതഞ്ഞറിഞ്ഞു കിടക്കുമ്പോഴും ഫോൺ വിളിക്കുകയായിരുന്നു. അത്രയ്ക്ക് മനസാന്നിധ്യം അപൂർവം ചിലർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.